പ്രിയ സ്നേഹിതരെ, ബെത്ലഹേമിൽ യേശു ജനിച്ച നിമിഷം യെരൂശലേമിൽ ഹെരോദാവ് ഉണർന്നു. ബെത്ലഹേം ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ കൊട്ടാരമില്ല, സൈന്യങ്ങളുമില്ല, രാഷ്ട്രീയ ശക്തിയുമില്ല. അവിടെ ഒരു തൊഴുത്തു മാത്രം, ഒരമ്മ, ഒരു കുഞ്ഞ്. ബലമില്ലാത്ത സത്യം. പക്ഷേ ആ തൊഴുത്തിൽ ജനിച്ച ആ കുഞ്ഞിന്റെ കരച്ചിൽ യെരൂശലേമിലെ കൊട്ടാരങ്ങളിൽ കേൾക്കപ്പെട്ടു. ദൈവത്തിന്റെ വെളിച്ചം ജനിക്കുന്ന നിമിഷം അതുവരെ ശാന്തമായി ഉറങ്ങിക്കിടന്നിരുന്ന ഇരുട്ട് ഉണരുന്നു. കാരണം അധികാരം എപ്പോഴും സിംഹാസനത്തിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്, അത് ഭയത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. മിക്ക അധികാര സംവിധാനങ്ങളും നിലനിൽക്കുന്നത് സത്യത്തിലല്ല, ഭയത്തിലാണ്. നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം, ചോദ്യം ചെയ്യപ്പെടുമോ എന്ന ഭയം. ഈ ഭയത്തിലേക്കാണ് പുതിയ ആശയം നേരിട്ട് ഇടിക്കുന്നത്. അതിനാൽ ബെത്ലഹേമിലെ ജനനം യെരൂശലേമിലെ ഭയത്തെ ഉണർത്തി. അതിനാലാണ് ഒരു കുഞ്ഞുപോലും ഭീഷണിയായി തോന്നുന്നത്. വെളിച്ചം എന്ന് പറയുന്നത് ഇവിടെ ഒരു മതചിഹ്നമല്ല. വെളിച്ചം ബോധമാണ്, അവബോധമാണ്, ചോദ്യം ചെയ്യാനുള്ള ധൈര്യമാണ്. ബെത്ലഹേമിൽ ജനിച്ച കുഞ്ഞ് ഒരു കുഞ്ഞല്ല, അതൊരു സാമൂഹിക വിപ്ലവമാണ്. ഹെരോദാവ് ദുഷ്ടൻ ആയതിനാൽ മാത്രം അശാന്തനായതല്ല, അവൻ നിലവിലുള്ള ക്രമത്തിന്റെ പ്രതിനിധി ആയിരുന്നു. ഹെരോദാവ് ഭയപ്പെട്ടത് ഒരു കുഞ്ഞിനെയല്ല, അവൻ ഭയപ്പെട്ടത് ഒരു പുതിയ ഭാവിയെ ആയിരുന്നു. അവൻ ഭയപ്പെട്ടത് ജനങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഒരു വെളിച്ചത്തെ ആയിരുന്നു. അതുകൊണ്ടാണ് ബെത്ലഹേമിലെ ജനനം യെരൂശലേമിൽ അശാന്തി സൃഷ്ടിച്ചത്. ഇത് ഇന്നും സത്യമാണ്. ഈ ലോകത്ത് ആരെങ്കിലും നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ, സൃഷ്ടിപരമായൊരു പുതിയ വഴി തുറക്കുമ്പോൾ, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ധൈര്യമായി ഒരു ചുവടുവെപ്പ് എടുക്കുമ്പോൾ, അവിടെ എവിടെയോ ഒരു ഹെരോദാവ് ഉണരും. അത് ഒരാൾ ആയിരിക്കണമെന്നില്ല, അതൊരു വ്യവസ്ഥയായിരിക്കാം, അതൊരു സംവിധാനമായിരിക്കാം, അസൂയയായിരിക്കാം, അധികാര ദുരുപയോഗമായിരിക്കാം. വെളിച്ചം തെളിയുമ്പോൾ ഇരുട്ട് അസ്വസ്ഥമാകും. ഇരുട്ട് വെളിച്ചത്തെ വാദത്തിലൂടെ തോൽപ്പിക്കില്ല, അത് വെളിച്ചത്തെ അണയ്ക്കാൻ ശ്രമിക്കും. അതിനാലാണ് വെളിച്ചം തെളിയുമ്പോൾ ഇരുട്ട് ശാന്തമാവുകയല്ല, അസ്വസ്ഥമാകുന്നത്. ഒരു ചെറിയ വിളക്ക് പോലും ഇരുട്ടിനെ വെല്ലുവിളിക്കും. സത്യം സംസാരിക്കുമ്പോൾ കള്ളം ഭയപ്പെടും. ഒരു മനുഷ്യൻ സത്യം പറയാൻ ധൈര്യം കാണിച്ചാൽ ആ സത്യം നിരവധിയായ കള്ളങ്ങളുടെ അടിത്തറ തന്നെ കുലുക്കും. അതുകൊണ്ടാണ് സത്യം സംസാരിക്കുന്നവരെ മൗനത്തിലാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നത്. സ്നേഹം പ്രവർത്തിക്കുമ്പോൾ ക്രൂരത ഉണരും. സ്നേഹം വാക്കുകളിൽ നിലനിൽക്കുമ്പോൾ ആർക്കും പ്രശ്നമില്ല. പക്ഷേ സ്നേഹം പ്രവൃത്തിയായി മാറുമ്പോൾ, വിശപ്പുള്ളവനെ പോഷിപ്പിക്കുമ്പോൾ, തള്ളപ്പെട്ടവനെ അംഗീകരിക്കുമ്പോൾ, അവഗണിക്കപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ, അപ്പോൾ അനീതിയിൽ നിന്ന് ലാഭം കണ്ടെത്തുന്നവർ അസ്വസ്ഥരാണ്. അതിനാൽ നന്മ ചെയ്യുന്നവർ എപ്പോഴും എതിർപ്പ് നേരിടും. വെളിച്ചം വഹിക്കുന്നവർ എപ്പോഴും ഭീഷണി അനുഭവിക്കും. ബെത്ലഹേമിലെ ജനിച്ച കുഞ്ഞിന്റെ കഥ നമ്മോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ ശരിയായ വഴിയിലാണ് എന്നതിൻ്റെ അടയാളം പലപ്പോഴും എതിർപ്പായിരിക്കും. അതുകൊണ്ട്
ഹെരോദാവ് ഉണരുമ്പോൾ ഭയപ്പെടേണ്ട. അത് വെളിച്ചം തെളിഞ്ഞുവെന്നതിനുള്ള തെളിവാണ്. ഏവർക്കും ഹാപ്പി ക്രിസ്മസ്.